നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലും നമുക്കൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പം ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 2 കളർ മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ സാധാരണ കാണാത്ത രീതിയിലാണ് ഇന്ന് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്യണം, വേറെ ഒന്നും യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഗ്ലൂ ഗൺ എടുത്തിട്ട് ഞാനൊരു ബ്ലാക്ക് ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏത് കളറായാലും ബോട്ടിൽ ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒരു മയിൽപ്പീലിയാണ് വരയ്ക്കുന്നത്. അപ്പം ഈസിയാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക, മേലെ ഇങ്ങനെ ഒരു കർവ് റൗണ്ട് ഷേപ്പ് കൊടുക്കുക, പിന്നെ പീലികൾ വരച്ചാൽ മതിയാവും. സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ഇനി ഞാനൊരു ഉരുളിയാണ് വരയ്ക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അത് ഉരുളി മാറിയിട്ട് അതൊരു തോണിയായി പോയി. അപ്പം ഞാനത് എന്താ പറയുക, അത് വീണ്ടും മാറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു ഉരുളിയും ഓടക്കുഴലാണ് വരയ്ക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് കുളമായി. ഗ്ലൂ ഗണ്ണിനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ലാസ്റ്റ് വീണ്ടും മാറ്റി ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയിപ്പം ബാക്കി പ്രോസസ്സ് നോക്കാം. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇനി ആ മയിൽപ്പീലി മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ ബാക്കി ഭാഗം നോക്കണ്ട, കാരണം ലാസ്റ്റിൽ ഞാനത് മാറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ പുറത്ത് കൂടെ ഒരു ബ്ലാക്ക് കോട്ടാണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സ്പോഞ്ച് ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ സ്പോഞ്ച് ബ്രഷ് വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പം ഈ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ മേലെ കൂടെ, അതായത് നമ്മൾ എന്ത് ഡിസൈനാണോ ചെയ്തത് അതിൻ്റെ മേലെ കൂടെ മൊത്തമായിട്ട് ഈ ഒരു ബ്ലാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു ഗോൾഡ് പെയിൻ്റാണ് എടുക്കുന്നത്. ഗോൾഡൻ മെറ്റാലിക് പെയിൻറ്റ് എടുത്തിട്ട് നമ്മൾ ഫിംഗറിലാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിരൽ വെച്ചിട്ട് ഒന്നിങ്ങനെ തടവി കൊടുക്കണം. അപ്പം മൊത്തമായിട്ടൊന്നും അപ്ലൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ഗ്ലേസിങ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓടക്കുഴലും ഉരുളിയും ശരിയായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് പിന്നെ ഇളക്കിയെടുത്തു. ഞാൻ ഓടക്കുഴൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പേപ്പറിനെ കൊണ്ട് റോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഉള്ളിലൊരു പെൻസിലോ അല്ലെങ്കിൽ മാർക്കറോ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്താൽ മതിയാവും. ഇനി ഉരുളിയാക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ തന്നെയാണ് വീണ്ടും എടുക്കുന്നത്. അപ്പം നേരത്തെ അത്രയും വൈഡ് ആക്കാതെ ചെറിയൊരു സൈസിലാണ് ഉരുളി വരച്ചിരിക്കുന്നത്. പിന്നെ ഉരുളിയിൽ ഞാൻ മഞ്ചാടിക്കുരുവാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ ഇതുപോലെ എടുത്തിട്ട് ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയും ആയപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ ബേസ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് തന്നെ ഞാൻ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ പോർഷനിൽ ഒരു ജ്യൂട്ടിൻ്റെ ത്രെഡും കൂടെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ ബേസ് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പെയിൻറ്റിങ് ആണ് ബാക്കി. അപ്പോൾ ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ മൊത്തമായിട്ടൊന്ന് ബ്ലാക്ക് കൊടുക്കുക. എന്നിട്ട് ഗോൾഡൻ ആണ് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.
ലാസ്റ്റ് ഞാൻ ഈ ഓടക്കുഴലിൻ്റെ മേലെ കുറച്ച് ബ്ലാക്കിനെ കൊണ്ട് ഞാനിപ്പം മാർക്കറാണ് യൂസ് ചെയ്തത്. ബ്ലാക്കിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഓടക്കുഴലിൻ്റെ ആ ഒട്ടകളില്ലേ അതും വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് എൻ്റെ കയ്യിലുണ്ടായ ഒരു ചെണ്ടാണ്. അത് ജസ്റ്റ് ഒന്ന് ഒരുങ്ങിക്ക് വേണ്ടി അവിടെ ഫിക്സ് ചെയ്തു എന്നേ ഉള്ളൂ. അതിന് വലിപ്പം കൂടുതലാണ്. ഞാൻ ജസ്റ്റ് വെറുതെ ഫിക്സ് ചെയ്തു എന്നേ ഉള്ളൂ, ഒട്ടിച്ചിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളടുത്ത് ഇതുപോലത്തെ ചെണ്ട ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഇത്തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.